നമസ്കാരം. ACV ന്യൂസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശുഭദിനത്തിലേക്ക് സ്വാഗതം. ജനാധിപത്യത്തിൻ്റെ 4ാം തൂണായിട്ടാണ് മാധ്യമത്തെ അറിയപ്പെടുന്നത്. ജനങ്ങളുടെ കണ്ണും കാതുമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് മാധ്യമപ്രവർത്തകർ. ഇന്ന് ശുഭദിനത്തിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ തിരുവല്ലം ഭാസി നമുക്ക് സ്വാഗതം ചെയ്യാം. ശരിക്കും ഈ മറ്റേതൊരു തൊഴിലിനേക്കാളും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു തൊഴിലാണ് ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്. താങ്കളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും മാധ്യമ പ്രവർത്തനം നടത്തി പരിചയമുണ്ട് അല്ലേ? അപ്പോൾ ശരിക്കും താങ്കളുടെ തുടക്ക കാലഘട്ടത്തിലെ മാധ്യമ പ്രവർത്തന രീതി ശാസ്ത്രമൊന്നും അല്ല ഇപ്പോൾ, വളരെയധികം മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റത്തെ എങ്ങനെ കാണുന്നു? ഞാൻ 1984 ഞാൻ മാധ്യമപ്രവർത്തനം തുടങ്ങുന്നത്. ഒരു കൊച്ചു പത്രമാണ്, തൊഴിലാളി ശബ്ദം എന്ന ഒരു പത്രം. തൊഴിലാളി ശബ്ദം എന്ന പേരാണെങ്കിലും കണ്ടൻറ്റ് അങ്ങനെയൊന്നുമില്ലായിരുന്നു. എങ്കിലും അങ്ങനെ ഒരു പത്രമായിരുന്നു. പിന്നീട് അതിൽ നിന്ന് 2 മറ്റു കൊച്ചു പത്രങ്ങളൊക്കെ തിരുവനന്തപുരത്തുള്ള പത്രങ്ങളുണ്ട്, വേണാട് പത്രിക, അങ്ങനെയൊക്കെ പലതും ജോലിയിട്ടാണ് ഞാൻ സ്വന്തമായൊരു പത്രം തുടങ്ങുന്നത്. അതിൻ്റെ ഇന്ത്യൻ ഫ്രീലാൻസ് എന്നാണ്. ആ ഫ്രീലാൻസ് പത്രം തിരുവനന്തപുരത്ത് ഈ പറഞ്ഞതുപോലെ ഇച്ചിരി ഒച്ചപ്പാടും ബോളമൊക്കെ ഉണ്ടാകുന്ന ഒരു പത്രമായി അത് മാറി. അത് എന്തെങ്കിലും അനാവശ്യം ഒരു വാർത്തകൾ എഴുതിയിട്ടല്ല, അതെങ്കിലും ആരെങ്കിലും വ്യക്തിപരമായി ആക്ഷേപിക്കുകയോ അങ്ങനെയുള്ള വാർത്തകൾ, ഇപ്പോൾ രാഷ്ട്രീയം തന്നെയാണ്, അങ്ങനെയുള്ള സംഭവവാസങ്ങളിൽ വളരെ നിലപാടൊക്കെ എടുത്ത് നിന്ന് കൊണ്ടുപോയ ഒരു പത്രമായിരുന്നു. അതുകൊണ്ട് അത്ര വലിയ എങ്കിലും അന്ന് 3 മണിക്ക് ഇറങ്ങുന്ന രാഷ്ട്രദീപികയാണ് അന്ന് പ്രധാനമായി ഇറങ്ങുക. അതിൻ്റെ കൂടൊപ്പം തന്നെ ഇങ്ങനെ ഓഫ്സെറ്റിലേക്ക് ഇറങ്ങുന്ന പത്രം എന്നുള്ള നിലയ്ക്ക് നമ്മളും വളരെ ശ്രദ്ധിക്കപ്പെട്ടു. അപ്പോൾ വാർത്തകളും നമ്മൾ അതിനനുസരിച്ചുള്ളൊരു കണ്ടൻറ്റൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വന്നു. അത് ഏകദേശം വലിയൊരു പ്രശ്നങ്ങളിലേക്ക് പോയത് ഏറ്റവും ഒരു സംഭവം എന്ന് പറയുന്നത് 2-3 സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഒരു പൂന്തര കലാപം ഉണ്ടായ സമയത്ത് 2 വിഭാഗങ്ങൾക്കും 2 പേരെ കാണാനില്ല എന്നൊരു സമയത്ത് അത് ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കുകയും അന്ന് കൂടിയ കളക്ടർ ഈ പത്രം കണ്ടുകിട്ടാൻ ഉത്തരവ് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അന്നും എൻ്റെ ഈ പത്ര വിതരണക്കാരെയും എൻ്റെ ഓഫീസിലും വന്ന് പത്രങ്ങൾ പിടിച്ചെടുക്കുകയൊക്കെ ചെയ്തു. ഇത്രയേ ഉള്ളൂ, ഹെഡിങ് ഇത്രയേ ഉള്ളൂ. പൂന്തുറയിൽ 2 വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി 2 പേരെ കാണാനില്ല, ഇത്രയേ വന്നുള്ളൂ. അപ്പം വൈകുന്നേരത്തെ ആ പത്രം ഇറങ്ങിയപ്പോൾ ആ മേഖലയിൽ കുറച്ച് ടെൻഷൻ ഉണ്ടാകും, ശരിയാണ്. പക്ഷേ ആ വാർത്ത തന്നെ അന്നത്തെ ഏഷ്യാനെറ്റിൽ ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഈ പത്രം പ്രിൻ്റ് ചെയ്ത് അവിടെ ചെന്നപ്പോൾ കാണാൻ അത് പ്രശ്നമായി, അത് വലിയ പ്രശ്നമായി. അന്ന് കളക്ടറെ വിളിച്ചു കൂട്ടി ഒരു മീറ്റിങ്ങിൽ വെച്ചൊക്കെ ഇത് വലിയ ഉണ്ടാക്കി. അങ്ങനെ ഈ പത്രം അന്നും ഈ പ്രശ്നം ഉണ്ടായി. ശരിക്കും പറഞ്ഞാൽ ഈ കേരള പത്രപ്രവർത്തനത്തിൻ്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഈ ആദ്യമുള്ള പത്രാധിപർ മുതൽ ഇങ്ങോട്ട് ആത്മസംഘർഷം അനുഭവിക്കുന്ന ഒരു ഇതാണ്. നമ്മൾ സ്വദേശാഭിമാനി എടുത്തു കഴിഞ്ഞ് ഇങ്ങോട്ട് ചർച്ചകൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇപ്പം അങ്ങയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ 2000-ൽ ഏറ്റവും കൂടുതൽ വിവാദമാക്കിയിട്ടുള്ളൊരു വിഷയം ഉണ്ടായിരുന്നല്ലോ, ഒരുപാട് രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ. ആ സംഭവവുമായി താങ്കളുടെ പത്രത്തെയും പത്രാധിപത്യത്തെയും ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. ഒരുപാട് പ്രശ്നമാണ്, വലിയ പ്രശ്നം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. മരണം മദ്യദുരന്തത്തിൽ കുറിച്ച് മരിച്ചു, യാഥാർത്ഥ്യമാണ്, സംഭവമാണ്. അതിൻ്റെ വാർത്തകളെല്ലാം വന്നുകൊണ്ടിരുന്നു. അത് മണിച്ചൻ്റെ കൊടുത്ത മദ്യമാണെന്നും പറഞ്ഞുകൊണ്ട് തന്നെയാണ് വാർത്തയൊക്കെ വന്നത്. വാസ്തവത്തിൽ അങ്ങനെ അംഗീകരിക്കുന്ന സമയത്ത് തന്നെ മണിച്ചനെതിരായിട്ട് ഇങ്ങനെ എല്ലാ പത്രങ്ങളും ഒരേ ഭാഗത്തേക്ക് വന്നപ്പോഴാണ് യാദൃശ്യമായിട്ട് ഞാൻ മണിച്ചനെ കാണുന്നത്, മണിച്ചൻ്റെ മാനേജറെ കാണുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ മണിച്ചൻ്റെ ഭാഗം പറയാൻ പാടില്ലാത്തത്? കാര്യം ഈ ഹയർ ന്യൂസയുടെ മദ്യം കഴിച്ചാണ് മരിച്ചത്. ഹയർ ന്യൂസയ്ക്ക് മണിച്ച മാത്രമല്ല ഹയർ ന്യൂസ് മദ്യം കൊടുത്തിട്ടുള്ളത്. ഹയർ ന്യൂസ് ധാരാളം പേരിൽ നിന്ന് സ്പിരിറ്റ് മേടിച്ച് ചേർക്കാറുണ്ടായിരുന്നു. അപ്പോൾ 6-7 പേരിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ മണിച്ചൻ്റെ നിന്ന് മാത്രമാണ് മദ്യം കഴിച്ചിരുന്നുവെങ്കിൽ മണിച്ചൻ്റെ മദ്യം അന്ന് തിരുവനന്തപുരം മുഴുവൻ കൊല്ലമൊക്കെ വിൽക്കുന്ന നിങ്ങൾ 10,000-2,000 പേര് മരിക്കേണ്ടതാണ്. ഇത് 10-30 പേരെന്തോ ആണ്, 31 പേരാണ് മരിച്ചത്. അപ്പോൾ അത് മണിച്ചൻ്റെ മദ്യമല്ല എന്നുള്ളത് ഏകദേശം ഒരു പ്രൈമറി ഇതാണ്. പിന്നെ ഇത് അന്വേഷണം പലയിടത്ത് വെച്ച് വഴിമുട്ടുന്ന ഘട്ടമൊക്കെ ഇതൊക്കെ അറിയുന്നതെല്ലാം ഈ മണിച്ചൻ അന്ന് രാത്രി എനിക്ക് കിട്ടുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഞാൻ എൻ്റെ ഓഫീസിൽ വരുത്തുന്നു. എൻ്റെ ഓഫീസിൽ വയ്ക്കുമ്പോൾ എനിക്കൊരു തോന്നലുണ്ടായി, അത് ഒരു സായന പത്രത്തിനൊരു പരിമിതികളുണ്ട്, ഈ വാർത്ത ഇത്രത്തോളം അടിച്ചു വരാൻ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ആയിരുന്നു ഏഷ്യാനെറ്റിലെ KP മോഹനോട് പറഞ്ഞു, എനിക്കൊരു വീട് കിട്ടിയ ഒരാളെ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്കത് വേണമെങ്കിൽ പ്രയോജനപ്പെടുത്താമെന്ന് പറഞ്ഞു. അങ്ങനെ KP മോഹൻ പറഞ്ഞു എന്തുകൊണ്ട് റെഡിയാണ്, ഞാൻ റെഡിയാണ് ഒക്കെ എന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ചു. അങ്ങനെ ഞാൻ പറയുന്നത് നിങ്ങൾ 2 ജേർണലിസ്റ്റ് ഒരു റിപ്പോർട്ടർ ഞാൻ പറയുന്ന ആളിൽ തന്നെ വേണമെന്ന് പറഞ്ഞു. കാര്യം എനിക്ക് എല്ലാവരും വിശ്വസിക്കാൻ പറ്റില്ല, ഇതെങ്ങനെയെങ്കിലും ചോർന്ന് പോകുമോ എടുക്കുമോ എന്നുള്ളത് വാസ്തവം ഞാൻ പറഞ്ഞു. അങ്ങനെ തന്നെ പറഞ്ഞു. ആ ജേർണലിസ്റ്റും ഫോട്ടോഗ്രാഫറും ഞാൻ പറഞ്ഞ സമയത്ത് 12 മണിക്ക് ഒരു സ്ഥലത്തെത്തുന്നു. അവിടെ നിന്ന് എൻ്റെ കാറിൽ കയറ്റി എൻ്റെ ഓഫീസിൽ കൊണ്ടുവരുന്നു.
എൻ്റെ ഇൻ്റർവ്യൂവും മണിച്ചൻ ഈ ഏഷ്യാനെറ്റിൻ്റെ അജിത്ത് ലേഖകൻ തെരുവിയുമാണ് എൻ്റെ ക്യാമറമാൻ. ഇത് നിങ്ങൾ എടുത്തിട്ട് ഞങ്ങൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. നിങ്ങളിത് ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം ഈ വാർത്ത കൊടുക്കാൻ പാടുള്ളൂ. എനിക്ക് തോന്നുന്നു അന്ന് 12 മണിയായിരുന്നു, ഇന്നാണ് 1 മണി, അന്ന് 12 മണിക്ക് 12 മണിക്ക് മുമ്പ് നിങ്ങൾ വാർത്ത കൊടുക്കരുത്. ഓക്കെ, അവർ എഗ്രി ചെയ്തു. ഞാനും പറഞ്ഞു ഞാൻ 12 മണിക്ക് മുമ്പ് വാർത്ത കൊടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് എഗ്രി. ഇൻ്റർവ്യൂ കഴിഞ്ഞു എടുത്തു വെച്ചു. പത്രം 10 മണിയായപ്പോൾ ഞാൻ പത്രം ഇറക്കി. അതൊരു റിസ്ക്കായിരുന്നു. എല്ലാ മറ്റേ DTPക്കാരെ കൊണ്ടുവരും എടുക്കുക എന്ന് റിസ്ക് ചെയ്തു. അത് എന്തായാലും എടുത്തു. 10 മണിക്ക് പത്രം ഇറക്കി. ഞങ്ങളടിക്കുന്ന 4200 കോപ്പിയാണ്. അന്നത് 30,000 കോപ്പി അടിച്ചു. 25,000 കോപ്പി മണിച്ചൻ്റെ ആൾക്കാർ എന്നെ ആവശ്യപ്പെട്ടു, ഞങ്ങൾ പൈസ തരാം നിങ്ങൾക്ക്. ഈ ഞങ്ങൾ അത് പത്രത്തിന് പൈസ നിന്ന് അടിക്കാനുള്ള ഒരു ഈവനിങ് പത്രത്തിന് കഴിയത്തില്ല, പക്ഷെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഓക്കെ ഞാൻ അടിച്ചു തരാം. അങ്ങനെ ആൾക്കാർ അത് പത്രം എടുത്തു. ഏഷ്യാനെറ്റും കൊടുത്തു. പക്ഷെ ഞാൻ 11 മണിയായപ്പോൾ എൻ്റെ പത്രം ഇറങ്ങി. മാത്രമല്ല കൊല്ലം ട്രിവാൻഡ്രം ജില്ലകളിലെ ഓരോ ആൾക്കാരെ കൊണ്ട് വിതരണം ചെയ്തു. ആകെ പ്രശ്നമായി. 1 മണിക്ക് ഏഷ്യാനെറ്റ് വാർത്തയും കൂടെ വന്നു, അല്ല 12 മണിക്ക് ഏഷ്യാനെറ്റ് വാർത്തയും കൂടെ വന്നതോടുകൂടി സംഭവം മണിച്ചന്. അപ്പോൾ ഇവിടുത്തെ മീഡിയ എല്ലാം ഉണർന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ഒരു കൊച്ചു പത്രത്തിൽ വരുന്നു, അദ്ദേഹം ഒളിവിലുമാണ് ഇത് വരുന്നത്. അന്ന് രാത്രി ഞങ്ങളുടെ ഓഫീസർ റെയ്ഡ് നടത്തുന്നു. 2 അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫിനെ അറസ്റ്റ് ചെയ്യുന്നു. വലിയ പ്രശ്നങ്ങളാവുന്നു. ഞാൻ ഒളിവിൽ പോകുന്നു. അതിൻ്റെ മാത്രമല്ല, ഒളിവിൽ പോകുന്നു മാത്രമല്ല, എൻ്റെ പേരിൽ കേസ് എടുക്കുന്നു, പ്രശ്നം ഉണ്ടാകുന്നു. പക്ഷേ എൻ്റെ അറസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയത് അന്നത്തെ പ്രതിപക്ഷ നേതാവ് AK ആൻ്റണി ഇടപെട്ടാണ് എൻ്റെ അറസ്റ്റ്. അതിലും 2 മാധ്യമ പ്രവർത്തകർ ഇടപെട്ടു. മാത്രമല്ല തിരുവനന്തപുരത്ത് വലിയൊരു ധർണ സംഘടിപ്പിച്ചു. പ്രസ് ക്ലബ്ബും പത്രപ്രവർത്തക യൂണിയനും ഒക്കെ അന്നത്തെ പ്രതിപക്ഷ നേതാക്കളെല്ലാം പങ്കെടുത്തിരുന്നു ഇതിൽ. അങ്ങനെ അതുകൊണ്ട് എനിക്ക് വലിയ സപ്പോർട്ട് കിട്ടിയപ്പോൾ ഞാൻ അതിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് രക്ഷപ്പെട്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് ഗവൺമെൻറ് എന്നെ ശരിക്കും ഉപദ്രവിച്ചു. കാര്യം എൻ്റെ പത്രത്തിൻ്റെ അക്രഡിറ്റേഷൻ നഷ്ടപ്പെടുത്തി, എൻ്റെ അതിൻ്റെ മീഡിയ ലിസ്റ്റിൽ നിന്ന് എന്നെ മാറ്റി, പരസ്യങ്ങൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടായി. ഓസ്ട്രേലിയയിലേക്ക് അല്ല, ഇങ്ങനെ കുറേ ഘട്ടങ്ങളെ കഴിഞ്ഞപ്പോൾ കാണാൻ തന്നെ സ്വാഭാവികമായിട്ട് തന്നെ ഒരു ഇതുണ്ടായില്ല. ആ ഇടയ്ക്കൊക്കെ ആയിരുന്നു എൻ്റെ വിവാഹമൊക്കെ. പിന്നെ എന്തായാലും ഇനി ഇവിടെ അങ്ങനെ തുടരുന്നത് അത്ര ശരിയല്ല. അപ്പോൾ പുള്ളിക്കാരിക്ക് അവിടെ സെറ്റിൽഡാണ്, ജോലിയുണ്ട്, കാര്യമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഓസ്ട്രേലിയക്ക് പോയി. അവിടെ ചെന്നിട്ടും പത്രം ആരംഭിച്ചു എന്നുള്ളതാണ്. ആദ്യം അവിടെ ചെന്നപ്പോൾ തന്നെ ഞാൻ ആദ്യം ആരംഭിക്കുന്ന ഒരു ഇംഗ്ലീഷ് പത്രമാണ് ഇന്ത്യൻ സ്റ്റുഡൻ്റ് എന്ന്. അന്ന് ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ നല്ലൊരു ഒഴുക്കുവാൻ സമയം. അതൊരു ഇംഗ്ലീഷ് പത്രമാണ്. എനിക്ക് വലിയ ഇംഗ്ലീഷ് പാണ്ഡിത്യം ഉണ്ടായിട്ടും നല്ല ഇംഗ്ലീഷ് പത്രം തുടങ്ങിയത്. പക്ഷേ ഒരു പത്രം എങ്ങനെ നടത്തണം അതിൻ്റെ അതൊക്കെ എനിക്കറിയാം. നല്ല ഇവിടുത്തെ നമ്മുടെ കേരളത്തിൽ നല്ല ജേർണലിസ്റ്റുകളായിരുന്നു അതിലൊക്കെ വർക്ക് ചെയ്തത് ആ സമയത്ത്. അവിടെ കൊച്ചിയിൽ ഞാൻ ചെയ്തത്. അതൊരു 2 വർഷത്തോളം അത് പോയപ്പോൾ തന്നെ അതിനോടൊപ്പം തന്നെ ഒരു മലയാള പത്രം ഇന്ത്യൻ മലയാളി തുടങ്ങി. അത് അവിടുത്തെ ആദ്യത്തെ ഓസ്ട്രേലിയയിലെ ആദ്യത്തെ മലയാള പത്രം എന്ന് പറയുന്നത് എൻ്റെ പത്രമാണ്. അന്നത്തെ ഈ പരമാവധി എല്ലാ സ്റ്റേറ്റുകളിലും ഈ പത്രം എടുക്കാനും ചെയ്തു. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇംഗ്ലീഷ് പത്രം നിൽക്കുകയും മലയാള പത്രം തുടരുകയും ചെയ്തു. കോവിഡ് അടുത്ത് വരുമ്പോഴത്തേക്കാണ് ഈ പ്രിൻ്റ് എഡിഷൻ നിർത്തുന്നത്. ഈ വേറൊന്നെന്ന് വെച്ചാൽ ഈ പത്രം ഫ്രീ ആണ്. ഞങ്ങളെല്ലാ ഇന്ത്യൻ ഷോപ്പുകളെയും കൊണ്ട് ഈ പത്രം കൊണ്ട് വയ്ക്കുകയാണ്. പരസ്യം എന്ന് പറയുന്നത്, എൻ്റെ വരുമാനം എന്ന് പറയുന്നത് ഈ പരസ്യം കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ കൊണ്ട് വെക്കും, ആവശ്യക്കാരെടുക്കും, ആവശ്യമില്ലാത്ത നമ്മൾ എടുത്ത് പിറ്റേന്ന് ബിന്നിക്കൊണ്ടിടുന്ന ഒരു അതെല്ലാ വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ തന്നെ. നമ്മുടെ കേരളത്തിലൊരു അനുശീലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം രാവിലെ 1 കപ്പ് ചായയും ന്യൂസ് പേപ്പർ വാങ്ങും. ശരിക്കും ഈ എങ്ങനെയാണ് ഈ വിദേശത്തെ അല്ലെങ്കിൽ താങ്കൾ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ ഒരു പത്രത്തോടുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ ഒരു വായനാശീലം? ഞാൻ ഈ മലയാളികളെ മാറ്റി നിർത്താം. മലയാളികൾക്ക് ഓസിന് കിട്ടിയാലും പത്രം വായിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് വേറൊരു കൾച്ചറിലുള്ളവർക്കേ അത് കിട്ടത്തുള്ളൂ. കേരളത്തിലെ മലയാളികൾ ഇങ്ങനെ വായിക്കുന്നു വെച്ചാൽ അവർക്ക് അന്നന്ന് പത്രം കിട്ടുന്ന സാഹചര്യങ്ങൾ. ഓസ്ട്രേലിയൻസിൻ്റെ ഇടയിൽ വായന എന്ന് പറയുന്നത് അവർക്ക് നമ്മൾ എത്ര മാറ്റം എന്ന് പറഞ്ഞാൽ വായന അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു പാർട്ടാണ്. അവരെവിടെ പോയാലും, അവർ ട്രെയിനിൽ ഇരുന്നാലും, അവർ ബസ് സ്റ്റാൻഡിൽ പോയാലും, അവർ ബീച്ചിൽ കിടക്കാൻ പോയാലും ഒരു പുസ്തകം കൊണ്ടേ അവർ പോകത്തുള്ളൂ. അല്ലെങ്കിൽ അന്നത്തെ പത്രങ്ങൾ അതൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള. താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യം കൂടെ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, സമയത്തിന് അനുവദിക്കത്തില്ല. എങ്കിൽ പറയുന്നത് ഈ മാധ്യമത്തിൽ ഒരു 4ാം തൂണ് എന്ന് പറഞ്ഞപ്പോൾ ഇന്നത്തെ മാധ്യമ രീതിയോടെ തന്നെ ഒരു പൊതു സമൂഹത്തിൻ്റെ ഇടയ്ക്ക് ഭയങ്കരമായി വെറുപ്പുണ്ടാവുന്നുണ്ട്. അത് രാഷ്ട്രീയമായിട്ട് മാത്രമല്ല, അത് എങ്ങനെയാണ് ആ വെറുപ്പിന് കാരണമായിരുന്നു എന്നുള്ളത് എനിക്കതിനെ പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. അതെല്ലാം അന്നൊക്കെ ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിന് തൊഴിലാളികൾക്ക് വേണ്ടിയും തൊഴിലാളികൾക്ക് വളരെയേറെ കവർപ്പ് ചെയ്ത് അവർക്ക് വളരെ സ്വാതന്ത്ര്യം കൊടുത്തുണ്ടായിരുന്നു ആ സ്ഥാപനങ്ങൾ മുന്നോട്ട് ചെയ്ത്. ഇന്ന് എൻ്റെ അറിവിൽ ഈ സ്വാതന്ത്ര്യമൊന്നും ഇന്നത്തെ ജേർണലിസ്റ്റുകൾക്ക് കിട്ടുന്നില്ല.
കിട്ടാത്തത് കൊണ്ട് മാത്രമാണ്. അല്ലാതെ അവരുടെ കഴിവുകളുണ്ടല്ല. ജേർണലിസ്റ്റിന് അങ്ങനെ ജോലി ചെയ്യാൻ പറ്റുന്ന മാധ്യമ മുതലാളി സംസ്കാരം അല്ല ഇപ്പോൾ നിലവിലിരിക്കുന്നത്. മാധ്യമങ്ങളെല്ലാവരും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ രാഷ്ട്രീയവൽക്കരിച്ചു കഴിഞ്ഞു, ബയസ്ഡായി കഴിഞ്ഞു. അപ്പോൾ അവരുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് മാത്രമേ ജേർണലിസ്റ്റ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പത്രക്കാരെയൊക്കെ മാപ്പിളയെന്നോ മറ്റോ എന്നൊക്കെ പറയുമ്പോഴൊക്കെ വിമർശിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, വാസ്തവത്തിൽ അവർ ഇന്നസെൻ്റ് അല്ലേ, അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ഇപ്പോൾ പണ്ട് നമുക്ക് ഒരു മാധ്യമത്തെ മാത്രം ഒന്ന് പരിശോധിച്ചാൽ, ഏഷ്യാനെറ്റ് മാത്രം പരിശോധിച്ചു, വളരെ പുരോഗമനാത്മകമായ ഒരു നിലപാടുണ്ടായിരുന്നൊരു പത്രമാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ അധസ്ഥിത പിന്നോക്ക വളരെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾ, ആദിവാസികളുടെ പ്രശ്നങ്ങളിലൊക്കെ ഏഷ്യാനെറ്റ് എടുത്തുപോയിട്ടുള്ള നിലപാടുകൾ, മാതൃഭൂമി പത്രം എടുത്തിട്ടുള്ള പോലത്തെ നിലപാടുകൾ, അങ്ങനെ തുടങ്ങി എത്രയോ അന്നാ കാലഘട്ടത്തിലുള്ള പത്രങ്ങൾ, ഹിന്ദു പത്രങ്ങൾ എടുത്തിട്ടുള്ള നിലപാട്. ഇന്ന് അവരൊക്കെ അങ്ങനെയല്ല, അവർക്ക് തുടരാൻ കഴിയുന്നില്ല. ജേർണലിസ്റ്റുകൾ അവിടുത്തെ ജേർണലിസ്റ്റുകൾക്ക് തുടരാൻ പറ്റുന്നില്ല. ഇരുന്ന തലമുറയുള്ളവരും ആ പത്രത്തിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് മരിച്ചു പോയിട്ടുണ്ട്. കാലഘട്ടം മാറുന്നതനുസരിച്ച് വിവിധ മേഖലകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് ഈ മേഖലയിലും പ്രതിഫലിച്ചു എന്ന് കരുതാവുന്നതല്ലേ? അതെ, വാണിജ്യവൽക്കരണം ശരിയാണ്, എല്ലാവരുടെയും അവരുടെ നിലനിൽപ്പിൻ്റെതാണല്ലോ. ഈ നിലനിൽപ്പിൻ്റെ ഒരു കാഴ്ചപ്പാടിലേക്ക് വരുമ്പോൾ എന്തും പറയാം, എങ്ങനെയും റേറ്റ് കൂട്ടാം, എങ്ങനെയും മറ്റൊരെക്കാളും മുന്നിലെത്തണം എന്ന് പറയുന്ന ഒരു മത്സരം കൂടെ വന്നപ്പോൾ കാണാം. പിന്നെ എഡിറ്റോറിയൽ ബോർഡിൽ നടക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ ഇപ്പോഴും ധാരാളം പേര് പത്രത്തിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന ആ ലെവലിലുള്ളവരൊക്കെ ഉണ്ട്. അവർക്കുള്ള പ്രഷർ അവർ നമ്മളോട് പറയാറുണ്ട്. ഞാൻ വിളിച്ചത് എന്തോന്നടാ ഇതൊക്കെ നിങ്ങളിങ്ങനെ കാണിക്കുന്നത്, ചേട്ടനത് പറഞ്ഞു, ചേട്ടൻ ഓസ്ട്രേലിയ ഇരുന്നുണ്ട് ഇങ്ങനെ ചേട്ടൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അല്ല ഇതിവിടെ ഞങ്ങൾ കിടന്ന് കഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൊക്കെയാണ് ഇവർ സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ അത്തരത്തിലൊരു പ്രഷറുകളുണ്ട്. ഒരു മറ്റു മാനേജർ ലെവലിലല്ല, അതിൻ്റെ താഴെ നിൽക്കുന്ന റിപ്പോർട്ടേഴ്സ് ആ ലെവലിൽ നിൽക്കുന്നു. അതൊരു സത്യം തന്നെയാണ്. ഇങ്ങനെയാണ് നമുക്ക് ആ മെൽബണിലെ ഇന്ത്യൻ മലയാളി എന്ന് പറയുന്ന പത്രം, ഇന്ത്യൻ മലയാളി എന്നൊരു പത്രം ഇറക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് കൊണ്ടുവന്ന് അവിടെ ഏറ്റവും ഉള്ള ഈ നമ്മുടെ മലയാളിയോടൊപ്പം വരുന്നതാണല്ലോ അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും. ഞങ്ങൾ ഇന്ത്യൻ ഗ്രോസറി ഷോപ്പുകളിൽ മാത്രമല്ല വെച്ചുകൊണ്ടിരുന്നത്, ഞങ്ങൾ പള്ളികളിലും കൊണ്ടു കൊടുക്കുമായിരുന്നു, ആരാധനാലയങ്ങളുള്ള അവിടെ ക്ഷേത്രങ്ങൾ അവിടെയും കൊണ്ട് വെക്കുമായിരുന്നു. അതായത് അവിടെ നിന്ന് ഒരു വായിക്കുന്നുണ്ട്, ഞങ്ങൾ എഴുതുന്നതും എടുക്കുന്നതും പിന്നെ അവിടുത്തെ കമ്മ്യൂണിറ്റി വാർത്തകളാണ് കൂടുതൽ കൊടുക്കുന്നത്, അവിടുത്തെ കമ്മ്യൂണിറ്റി ഇഷ്യൂസ്. മലയാളി അന്നൊക്കെ 10-25,000 മലയാളി ഉണ്ടെങ്കിലും ഒരു മിനിമം ഒരു 10-15 സംഘടനകൾ കാണും. പിന്നെ അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ അടികൾ, അവിടുത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ധാരാളം ഇഷ്യൂസ് ഉണ്ട് അവിടെയൊക്കെ. നമ്മൾക്ക് എന്നാലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് അവർക്ക് വാർത്തയൊക്കെ കിട്ടും. അപ്പോഴും നമ്മളൊരു പ്രിൻസിപ്പിൾ ഉണ്ടായിരുന്നു, നമ്മൾ മറ്റൊരാളെ ഇന്നത്തെ പല ഓൺലൈൻ പത്രങ്ങൾ കാണിക്കുന്നൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ 40 വർഷത്തിലെ ഈ മാധ്യമപ്രവർത്തന രംഗത്ത് ഞാൻ എന്തുകൊണ്ട് ഇപ്പോൾ ഒരു പത്രത്തിനൊരു അഭിമുഖം കൊടുത്തെന്ന് വെച്ചാൽ, ഞാൻ കാരണമാണ് മണിച്ചന് അത് വിനയായി മാറി. ഞാൻ സഹായിച്ചതാണ് മണിച്ചന് വിനയായി മാറിയത്. ഞാൻ ആ ഇൻ്റർവ്യൂ മണിച്ചന് കൊടുത്തില്ലായിരുന്നുവെങ്കിൽ, മണിച്ചൻ്റെ ഇൻ്റർവ്യൂ ഞാൻ എടുത്തില്ലായിരുന്നുവെങ്കിൽ പത്രത്തിൽ പ്രസിദ്ധീകരിക്കാൻ മണിച്ചൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുമായിരുന്നു. മണിച്ചൻ അന്നത്തെ ഗവൺമെൻറ്റിനെയും പോലീസിനെയും എല്ലാം തന്നെ പേരുകൾ വെളിപ്പെടുത്തിയതുകൂടി അത് ഞങ്ങളിലൂടെ വെളിപ്പെടുത്തുമ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ വലിയ ക്ഷീണം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനൊരു മാധ്യമ പ്രവർത്തന ശൈലി നമ്മളൊക്കെ തെറ്റുപറ്റിയ തെറ്റെന്ന് പറയണം. എനിക്കന്ന് എൻ്റെ മനസ്സിൽ തോന്നി അത് തെറ്റ്. ഇപ്പോഴും ഞാൻ എടുത്ത് വെച്ച് നോക്കാറുണ്ട്. എൻ്റെ ആ കഴിഞ്ഞ കാലത്ത് പത്രത്തിൽ കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ പോലും എനിക്കിപ്പം കാര്യം അത്രത്തോളം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണ് മാധ്യമപ്രവർത്തനം. ഒരു വ്യക്തിയെയും ഒരു സമൂഹത്തെയൊക്കെ പെട്ടെന്ന് അവർക്ക് നശിപ്പിക്കാൻ പറ്റും. നമ്മുടെ നാളെ എത്ര തിരുത്തു കൊടുത്താലും ആ വായിക്കുന്നവർ പിന്നെ ഈ സോഷ്യൽ മീഡിയ അതിനകത്ത് ഇങ്ങനെ അവരെ നശിപ്പിക്കുക ചെയ്യുന്നത്. എത്രയോ പേര്, ഇത്രയും നിരപരാധികൾ ക്രൂശിക്കപ്പെടുന്നുണ്ട്, എത്രയോ വാർത്തകൾ. അതൊരു സൂക്ഷ്മത എഡിറ്റേഴ്സിന് വേണം, അല്ലെങ്കിൽ റിപ്പോർട്ടേഴ്സിന് വേണം. അതെൻ്റെ ഒരു 40 വർഷത്തെ അനുഭവം. ഞാൻ വലിയ ഇപ്പോഴും വാർത്തയുടെ സത്യാവസ്ഥ പോലും തിരക്കാതെയാണല്ലോ പല വാർത്തകളും അങ്ങനെ വരുന്നു. എന്തുകൊണ്ട് സത്യാവസ്ഥ തിരക്കാന്ന് വെച്ചാൽ ഇവർ കിട്ടുമ്പോൾ ഞാനത് നമ്മൾ തന്നെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു ലൈവ് പ്രോഗ്രാം ക്യാമറമാനും റിപ്പോർട്ടേഴ്സിൽ നിന്ന് ആ സ്പോട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്. ആ ചെയ്യുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ആ റിപ്പോർട്ടർ എന്ത് പറയുന്നു, ഈ റിപ്പോർട്ടർ എന്ത് പറയുന്നു, ഇവർ പോലും പരസ്പരം അങ്ങോട്ട് നോക്കുന്നു, ഇവൻ വേറെ എന്തെങ്കിലും പറയുന്നുണ്ട്. അത്രത്തോളം ഇവരുടെ ഇടയിൽ നിൽക്കുന്നൊരു മത്സരം കാണാൻ നമുക്ക്. അതിനകത്ത് അവർക്ക് ധാരാളം തെറ്റുകൾ പറ്റുന്നുണ്ട്. ഞാനത് കാട്ടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു സ്വാമി സമാധിയായില്ലേ, അവിടെ നിന്ന് വന്നൊരു ലൈവ് ഞാൻ കാണുകയായിരുന്നു. ഇതൊന്നും അല്ല പിന്നീട് സംഭവിക്കുന്നത്. ഇതൊക്കെ ആ സയൻസിൻ്റെ ഒരു സ്പിരിറ്റിന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതാണ്. വാസ്തവത്തിൽ അതൊക്കെ ഒരു ശരിക്കും അതൊരു അതിജീവനത്തിൻ്റെ ഭാഗവുമായിട്ട് എന്നുകൂടി നമുക്ക് കരുതാം. എങ്കിലും അങ്ങേപ്പോലെയുള്ള ഏകദേശം ഒരു 10-40 വർഷത്തിലധികം ഈ തലസ്ഥാന നഗരിയിലും വിദേശത്തും ഒക്കെ തന്നെ
പത്രപ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ പത്രാധിപരുടെ എല്ലാ പിന്നെ ചരിത്രം നമ്മളിലൂടെ ഉണ്ട് എന്നുള്ളതാണ്. അത് എപ്പോഴെങ്കിലും പ്രേക്ഷകർക്കായി പുസ്തകരൂപത്തിൽ ഞാനൊരു ഈ പുസ്തകം എഴുതാൻ തുടങ്ങിയത് ഒരു 5 വർഷത്തിന് മുമ്പാണ് തുടങ്ങിയതൊക്കെ. കുറേയൊക്കെ എഴുതും, കുറച്ച് 4 ദിവസം കഴിഞ്ഞത് വായിക്കുമ്പോൾ എനിക്ക് തോന്നും അത് പറ്റില്ല, അത് മാറ്റും, അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യും, വീണ്ടും അത് ഒന്നുകൂടെ കറക്റ്റ് ചെയ്യും. അങ്ങനെ കറക്റ്റ് ചെയ്ത് ഏകദേശം ഒരു 80% എത്തിയിട്ട് ഇപ്പം ഞാനൊരു ഇവിടെ വന്നപ്പോൾ തന്നെ ഇവിടെ ഇരുന്ന് പൂർത്തിയാക്കാനുണ്ട്. അപ്പോൾ അതിനെനിക്ക് കുറച്ച് റെഫറൻസ് കൂടെ വേണം. ഞാൻ മറന്നുപോയ കുറേ കാര്യങ്ങൾ. അങ്ങനെ ഞാൻ കുറേ സീനിയേഴ്സ്, മരിക്കാത്ത നല്ല കുറേ എൻ്റെ സുഹൃത്തുക്കളുണ്ട്. കുറച്ച് പേരൊക്കെ അവരെയും കൂടെ കണ്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെ കിട്ടുമായിരുന്നു. കുറച്ചുകൂടെ ആധികാരികമായി. ഇനി നീട്ടിക്കൊണ്ടുപോയാൽ ഈ ഇപ്പോൾ ബാക്കിയുള്ളവരും കൂടെ ചിലപ്പോൾ മരിച്ചു പോകും. ഇതിൻ്റെയൊക്കെ ആൾക്കാർ ചിലപ്പോൾ ഞാനും കാണത്തില്ലായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് വരണം. കാര്യം വെച്ചാൽ അതിനകത്ത് എനിക്ക് വലിയ ബോധവൽക്കരണമോ അവകാശവാദങ്ങളോ ഒന്നും അല്ല പറയുന്നത്. പക്ഷേ ഞാൻ വെറും ഒരു ബിഗ് സീറോ എന്ന മാധ്യമ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. എനിക്ക് ഇത്രയൊക്കെ 40 വർഷം കൊണ്ട് ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് ഞാനെടുത്ത ഏതോ ചില നിലപാടുകളുടെ പുറത്ത് വന്നതാണ്. എൻ്റെ കുടുംബത്തിനകത്തോ എൻ്റെ മറ്റേതെങ്കിലും തരത്തിൽ എന്നെ പിടിച്ചൊരു പടി കയറ്റാനുള്ള ഒരു സ്റ്റെപ്പ് എന്നെ കൊണ്ട് ഇരുത്താനുള്ള ഒരു കസേര എനിക്ക് ഇട്ടു തരാനുള്ള സംവിധാനങ്ങളൊന്നും എൻ്റെ അനുഭവത്തിൽ എനിക്കുണ്ടായിട്ടില്ല. ഞാൻ കസേരയൊക്കെ വലിച്ചിട്ട് ഉണ്ടാക്കി പണിത് അതിൻ്റെ പുറത്ത് കയറിയിരുന്ന പത്രപ്രവർത്തന അനുഭവമുള്ളത്. ധാരാളം പ്രയാസങ്ങളും കഷ്ടപ്പാടും തന്നെ ഇരുന്നത്. എന്നാൽ ഇതിനിടയിൽ സഹായിച്ച ധാരാളം കരങ്ങളും ഉണ്ട് എനിക്ക് അതിൻ്റെ അനുഭവങ്ങളുണ്ട്. അതാണ് പറഞ്ഞത്. ആ അനുഭവങ്ങളാണ് പുസ്തകത്തിലൊക്കെ ഞാൻ വരുന്നത്. എനിക്ക് താലിമാല, സ്ത്രീ ഒരു താലി ഊരി തന്നിട്ട് നീ ഇതുകൊണ്ട് പണയം വയ്ക്ക്, നീ പത്രം മുടങ്ങണ്ടെന്ന് പറഞ്ഞു തന്ന ഒരു സ്ത്രീയെ എനിക്ക് അവരൊക്കെ ഇത് മറക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ധാരാളം ജീവിതത്തിൽ അങ്ങനെ പറഞ്ഞു വന്നാൽ ഒത്തിരി അതൊക്കെ ഞാൻ പലപ്പോഴും ഇതൊക്കെ പറയാമോ, ഇതൊക്കെ പുറത്ത് വിടാമോ, പക്ഷെ അങ്ങനെ പറയേണ്ടി വരുന്നതെന്ന് വെച്ചാൽ എന്ത് പ്രേരണയാണ് ഒരു മാധ്യമപ്രവർത്തകന് ഉണ്ടാവേണ്ടതെന്നുള്ള വികാരം അന്ന് എനിക്കുണ്ടായിരുന്നു. ഇന്നും നമ്മുടെ മാധ്യമപ്രവർത്തകർക്ക് കൊണ്ട്, പക്ഷേ അവരുടെ ജീവിതവും നിലനിൽക്കണം. അവരുടെ കുടുംബം അവരുടെ പട്ടിണി കൂടാതെ കഴിയണം. ഒരു സുരക്ഷിതത്വം വേണം. അത് മാധ്യമപ്രവർത്തകർക്കില്ല. അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒന്നും ആരും എല്ലാവരും കോൺട്രാക്റ്റായിട്ടാണ് നിയമിക്കുന്നത് പോലും. അങ്ങനെയൊക്കെയുള്ള ധാരാളം പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. ശരിക്കും നമ്മൾ നേരത്തെയുള്ളൊരു ഒരു 10-30 വർഷത്തിന് മുമ്പ് നമ്മൾ മാധ്യമത്തിൻ്റെ ഒരു ചരിത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ പ്രവർത്തകരും മാധ്യമപ്രവർത്തകരും തമ്മിൽ ആരോഗ്യപരമായിട്ടുള്ളൊരു സൗഹൃദം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് വ്യക്തിയാധിഷ്ഠിതമായിട്ടും അല്ലെങ്കിൽ മത്സരാധിഷ്ഠിതമായിട്ടും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാലഘട്ടത്തിൽ ഏകദേശം കേരളത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് 2 പ്രമുഖ പാർട്ടികളിൽ മാത്രം അല്ലെങ്കിൽ 2 കക്ഷികളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന സമയമുണ്ട്. ആ പ്രതിപക്ഷവും ഭരണപക്ഷവുമായിട്ടുള്ള എല്ലാ നേതാക്കന്മാരുമായിട്ടും താങ്കൾക്ക് വളരെയധികം സൗഹൃദമുണ്ട്. ഇപ്പോൾ നേരത്തെ പറയുകയാണെങ്കിൽ ലീഡറൊപ്പം ഉള്ള ഒരു പരിപാടി താങ്കൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓസ്ട്രേലിയയിൽ കോടിയേരി ബാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട് MA ബേബിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ക്രോഡീകരിച്ച് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ആ ജീവചരിത്രത്തിലൂടെ പകർന്നാൽ നന്നായിരിക്കും. ഞാനിപ്പോൾ ഈ പറഞ്ഞത് ഇപ്പോൾ ലീഡറുടെ അദ്ദേഹത്തിനോടൊപ്പം യാത്ര ചെയ്ത് അദ്ദേഹത്തിൻ്റെ കുറിച്ചൊരു 5 എപ്പിസോഡ് ഞാൻ ഏഷ്യാനെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഇലക്ഷന് അദ്ദേഹത്തിന് തോറ്റുപോയെടുത്ത് ജയിപ്പിക്കാൻ വേണ്ടി തിരുവനന്തപുരത്തൊരു കുറേ മാധ്യമപ്രവർത്തകരെ വെച്ച് അന്ന് ജേർണലിസം പഠിച്ച ആ മാധ്യമപ്രവർത്തകരൊക്കെ ഇന്ന് ഇവിടുത്തെ പല ചാനലിൻ്റെ പ്രമുഖ സ്ഥാനത്തൊക്കെ ഉണ്ട്. അവരെയൊക്കെ വെച്ചുകൊണ്ട് ഞാനൊരു സ്പൈ വർക്ക് നടത്തിപ്പിച്ചു. അത് പെയ്ഡായിട്ട് ഒരു 4-5 ലക്ഷം രൂപ ചിലവാക്കിയാണത്. ഞങ്ങൾ കൊടുത്ത റിപ്പോർട്ട് പ്രകാരം തന്നെയാണ് ലീഡർ ജയിച്ചത്. ഞങ്ങൾ പറഞ്ഞ ഭൂരിപക്ഷം തന്നെയാണ്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നല്ല അനുഭവങ്ങളൊക്കെയാണ്. ഇത്തരം അനുഭവങ്ങൾ, ഇതുപോലെ കുറേ അനുഭവങ്ങൾ. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ തന്നെ എനിക്ക് പ്രൈം മിനിസ്റ്റർ കയ്യിൽ നിന്നൊക്കെ ഒരു കടലാസ് കിട്ടുക, അവിടുത്തെ കുറേ മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ അവരുടെ വേദികളിൽ നിന്ന് എനിക്ക് കിട്ടും. അവിടുത്തെ കമ്മീഷണർ, അവിടുത്തെ മറ്റ് ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക്, അതേപോലെ തന്നെ അവിടുത്തെ മലയാളി കമ്മ്യൂണിറ്റിയിലൊക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നെക്കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ജീവിതത്തിൽ. അങ്ങനെയൊക്കെ ധാരാളം കാര്യങ്ങൾ ചെയ്യും. പക്ഷേ അതൊക്കെ ഇത് ഓർമ്മപ്പെടുത്തുന്നത് വേറൊന്നുമല്ല. ഈ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് അങ്ങനെ ഒരു നിഷ്പക്ഷതയല്ല, അതൊരു രാഷ്ട്രീയ ബോധം തന്നെയാണ്. ഒരു മാധ്യമപ്രവർത്തകന് രാഷ്ട്രീയം ഉണ്ടായിരിക്കണം, ഒരു രാഷ്ട്രീയ ബോധം ഉണ്ടായിരിക്കണം. രാഷ്ട്രീയ ബോധം എന്ന് പറയുന്നത് ഒരു പക്ഷത്തോടല്ല, ഒരു മനുഷ്യൻ്റെ അവൻ്റെ ജീവിതീയ പ്രശ്നങ്ങളിലെല്ലാം ഉൾക്കൊള്ളുന്ന കാഴ്ചപ്പാട് നിന്നുകൊണ്ടായിരിക്കണം അവൻ്റെ പേനയും അവൻ്റെ ക്യാമറയും ചലിപ്പിക്കേണ്ടത്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ടൈപ്പിംഗ് സംവിധാനം നമ്മളെ വിരലുകൾ ചലിപ്പിക്കേണ്ടത്. അവിടെ രാഷ്ട്രീയം കണ്ടെത്തുകയാണ്. എവിടെയാണ് ആർക്കൊക്കെയാണ് ഡാമേജ് ഉണ്ടാക്കുന്നത്, ആർക്കൊക്കെയാണ് അപകടം ഉണ്ടാകുന്നത്, അതുണ്ടാവരുത്. എന്നാൽ അതോടൊപ്പം തന്നെ
വസ്തുതകൾ വെളിച്ചത്ത് കൊണ്ടുവരികയും വേണം എന്നൊരു നിലപാട് മാധ്യമ സമൂഹത്തിന് ഉണ്ടാവണം. ഇന്നില്ലെങ്കിൽ നാളെ അതൊക്കെ ഉണ്ടാവും. പക്ഷെ അത് വളരെ വാസ്തവമാണ്. ശരിക്കും നമ്മൾ മാധ്യമപ്രവർത്തകരെന്ന് പറയുന്നത് വിവിധ മാധ്യമപ്രവർത്തകർ അവരുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ലേഖനങ്ങൾ എഴുതുന്നതാണല്ലോ നമുക്കൊരു പൊതുബോധം പൗരന്മാർക്ക് സൃഷ്ടിച്ചു കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഇനി അങ്ങയുടെ രാഷ്ട്രീയ ഈ മാധ്യമപ്രവർത്തനത്തിൽ നിന്നും തിരിച്ച് നമ്മുടെ തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു, ജലഘോഷയാത്ര. ശരിക്കും അതിപ്പം അന്യം നിന്ന് പോയിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ തുടക്കക്കാരൻ പിന്നെ അതിൽ ഒരു പ്രധാന പങ്ക് താങ്കൾ വഹിച്ചിട്ടുണ്ട്. അതെ അതെ ശരിയാണ്. ഞാൻ 2002 ജർമ്മനിയിൽ പോയ സമയത്ത് അന്ന് ഞാൻ സൂര്യ ടി വിയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത് അവിടുത്തെ ഒരു നദിയുടെ ഘോഷയാത്ര, 100 വർഷം തികയുന്ന നദി, 2 യുദ്ധങ്ങളിൽ തകർന്നു പോയിരുന്ന നദി അവർ ആ നദിയുടെ വാർഷികത്തിനായിരുന്നു. ആ നദിയിലൂടെ ഇങ്ങനെ നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്ത് ഓണാഘോഷ ഘോഷയാത്ര പോലെ ഇങ്ങനെ ഈ സാധനം ഇങ്ങനെ ഒഴുകി പോവുകയാണ് സാധനമാണ്. അത് ഇവിടെ വന്നപ്പോൾ ഞാൻ വെച്ചിട്ട് എൻ്റെ വീട്ടിൻ്റെ മുറ്റത്തുള്ള ഈ കരമന നദി ഒഴുകുന്നു, എന്തുകൊണ്ട് നമുക്കിങ്ങനെ ആയിക്കോളും. അങ്ങനെ ഞാൻ അവിടുത്തെ പൊതുപ്രവർത്തകരെല്ലാം വിളിച്ച് കൂട്ടി ഒരു യോഗം ചേർന്ന് നമുക്ക് ഇങ്ങനെ സംഘടിപ്പിച്ചാലോ, അപ്പോൾ അതിൻ്റെ ആശകൾ നമുക്കുണ്ടാക്കാം എന്ന് പറഞ്ഞ് അങ്ങ് ഇറങ്ങിയതാണ്. അന്നൊരു 8 ലക്ഷം രൂപയുടെ ചിലവാണ്. സുരേഷ് ഗോപി ആയിരുന്നു ആ ജലഘോഷയാത്ര. 6 കിലോമീറ്ററാണ് കരമന പാലത്തിൽ നിന്ന് തിരുവല്ലം പാലം. തിരുവല്ലം പാലത്തിൻ്റെ നടുക്ക് ഫ്ലോട്ടിംഗ് സ്റ്റേജ്, സംസ്ഥാനത്തെ 6-7 മന്ത്രിമാരൊക്കെ ഉണ്ട്. അടുത്ത വർഷം നെപ്പോളിയൻ, ഈ നെപ്പോളിയൻ കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ പോയി. അടുത്ത കഴിഞ്ഞ് 2 വർഷം പിന്നെ നടന്നു. അന്ന് ദിലീപ് പിന്നെ ജഗദീഷ് കുമാർ അവരൊക്കെ ആയിരുന്നു ഇതേപോലെ. പിന്നെ അത് തുറന്നു കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ അതിൻ്റെ തുടക്കമൊക്കെ വരുന്നുണ്ട്. ഈ നഗരത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന തരത്തിൽ വലിയൊരു പ്രോജക്റ്റ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഇതിൽ നടക്കുന്നുണ്ട്. 15 കോടി രൂപ വെച്ചിട്ട് കരമന നദീതീരം ഇതേ സ്ഥലങ്ങളിൽ തന്നെ 2 കിലോമീറ്ററിൽ വലിയൊരു നടപ്പാത, വലിയ പാർക്ക്, ജിമ്മ് പിന്നെ തുടങ്ങുന്ന എല്ലാവരും സംവിധാനത്തോടുണ്ട്. റെസ്റ്റോറൻ്റൊക്കെ ആയി വരുന്ന ഒരു വലിയ വരെയാണ്. അത് വലിയൊരു മാറ്റം വരികയാണ്. എനിക്കത് ഇപ്പോൾ തന്നെ ഉദ്ഘാടനം ഞങ്ങൾ തന്നെ 2 പരിപാടി ഞാൻ ഇവിടെ വന്ന് 1 മാസത്തിനുള്ളിൽ 2 പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് മന്ത്രി GR അനിൽ, ഇന്നലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ളൊരു പരിപാടി ഇങ്ങനെയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു ഉണർവുണ്ടായിട്ടുണ്ട്. ഇത് തലസ്ഥാനത്തിൻ്റെ വേറൊരു മാറ്റമാണ്. നിങ്ങളൊക്കെ വലിയ കവറേജ് കൊടുക്കേണ്ടതാണ്. കാര്യം ഇത്ര ശുദ്ധവായുവുള്ള ഒരു നദിയുടെ കരയിൽ വേറൊരു പൊല്യൂഷനും ഒരു പൊല്യൂട്ടഡ് അല്ല. ഒരു വാഹനങ്ങൾ ആ പരിസരത്തൂടെ പോലും പോകുന്നില്ല. മറ്റെല്ലായിടത്തും വാഹനങ്ങളുടെ പൊല്യൂഷനുണ്ട്. ഇവിടെ അതുപോലും ഇല്ലാത്ത ഇത്ര ഒരു നടപ്പാത, 10,000 പേര് ഡെയിലി 1500 പേരൊക്കെ ഇങ്ങനെ നടക്കുന്ന സ്ഥലമാണ്. അതിൽ നമ്മളൊരു പങ്കാളിയാണ്. നമ്മൾ നിശബ്ദനായിരിക്കാൻ പറ്റത്തില്ല. മാധ്യമപ്രവർത്തനം പൊതുരംഗത്തും രാഷ്ട്രീയത്തിലും അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മൾ ഇടപെട്ടുകൊണ്ട് തന്നെ ഇരിക്കണം. അതാണ് ഒരു മാധ്യമ പ്രവർത്തനം. എങ്കിലും നമ്മൾ ഇന്നിൻ്റെ മനുഷ്യനായിട്ട് മാറുകയുള്ളൂ എന്നുള്ളതാണ്. ശരിക്കും പുതിയ പ്രോജക്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെ എനിക്ക് ഇനിയൊരു വലിയൊരു പ്രോജക്റ്റ് ഒന്നുമില്ല. ഇത് ഈ പറഞ്ഞതുപോലത്തെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ നാടിന് വേണ്ടിയൊക്കെ ചെയ്യാൻ കഴിഞ്ഞു എന്നൊരു തോന്നൽ ഇപ്പോൾ എനിക്കുണ്ട്. ഞാൻ ചെയ്ത 20 വർഷത്തെ ഇവിടെയും 20 വർഷത്തെ അവിടെയും ചെയ്തിട്ടും നമ്മൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നതിൻ്റെ ഒരു ഉത്തരമാണ് ഞാൻ എഴുതുന്ന ഞങ്ങളുടെ ജീവിതം എന്നും പറഞ്ഞൊരു പുസ്തകമാണ്. ഞങ്ങളുടെ എൻ്റെയും ഭാര്യയും കൂടെ ഉണ്ട് അതിനകത്ത്. ഭാര്യയ്ക്ക് അതിൻ്റെ വലിയ പങ്കുണ്ട്. എന്നെ ഇങ്ങനെ മാറ്റിയെടുത്തതിലും എന്നോടൊപ്പം ഒരു സൈഡിൽ നിന്നുകൊണ്ട് ഇതിൻ്റെയൊക്കെ പിന്തുണച്ചതിലും എല്ലാം എൻ്റെ ഭാര്യയുടെ വലിയൊരു പിന്തുണയുണ്ട്. അപ്പോൾ അത് ഞങ്ങളുടെ ജീവിതമാണ്. ഞങ്ങളുടെ ജീവിതം നാടിനെന്ത് നൽകി, അത് മറ്റുള്ളവർക്ക് എങ്ങനെയൊക്കെ പ്രയോജനപ്പെട്ടു എന്നത് അത് എഴുതി വെക്കണം, അങ്ങനെ അത് അടയാളപ്പെടുത്തണം എന്നുള്ളത് തന്നെയാണ്. അതിനകത്ത് ഒരു വരി പോലും അനാവശ്യമായി ആരെയും ഉപദ്രവിക്കാതെ എന്നാൽ സത്യസന്ധമായ കാര്യങ്ങളെ പറയൂ എന്നും തന്നെ എടുത്തിട്ടുണ്ട്. അത് താമസിക്കാതെ ഇറങ്ങും. അതിനകത്ത് വലിയ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും കുറേ സംഭവങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാകും. എന്നും ഞാൻ പുറത്ത് പറയാത്ത കുറേ സംഭവങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാകും. ശരിക്കും അങ്ങനെ സംബന്ധിച്ചിടത്തോളം തലസ്ഥാന നഗരിയിലെ പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് മറക്കാനാവാത്ത അനുഭവങ്ങളുണ്ട്. 2-3 പറയുകയൊക്കെ ചെയ്തു. ശരിക്കും ഈ വിദേശ അനുഭവം എങ്ങനെയായിരുന്നു? മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു മറക്കാൻ പറ്റാത്ത വിദേശ അനുഭവം എന്ന് വെച്ചാൽ അവിടെയും നമ്മളൊരു ക്ലാസ് ഗ്രൂപ്പിനകത്താണ് വിടുന്നത്. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ മലയാളികളുടെ ഒരു തുരുത്തിലും തമിഴരുടെ തുരുത്തിലും മറ്റ് നമ്മളെല്ലാം ഓരോ രാജ്യക്കാരാണ് അവിടെ ചെല്ലുമ്പോൾ. ഒരിക്കൽ പോലും ഒരു ഇന്ത്യൻ എന്ന് പറയുന്ന ഒരു ബാനറിൻ്റെ പേരിൽ നിന്ന് ആരും വരത്തില്ല. അതൊക്കെ വെറുതെ പേരിനെ കൊണ്ടാക്കി വെച്ച് ആരും ഉണ്ടാവുക. പിന്നെ ഉള്ളത് അവിടുത്തെ മതസംഘടനകളിൽ നിൽക്കുന്നവർക്ക് വലിയ അംഗീകാരമാണ്. ഇപ്പം ഹിന്ദു മതം എന്ന് പറയുന്നത് ഹിന്ദു, അത് ക്രിസ്ത്യൻ മതം, മുസ്ലിം, അവരൊക്കെ ഈ ഗവൺമെൻറ് വളരെ സപ്പോർട്ടാണ്. ഇത്തരം മൂവ്മെൻറ്റുകൾക്കൊന്നും വലിയ സപ്പോർട്ടൊന്നും അവിടുത്തെ ഗവൺമെൻറ് ഒന്നും കൊടുക്കാറില്ല. പിന്നെ ഇത് പറഞ്ഞതുപോലെ നമ്മളെല്ലാം ഓരോ തുരുത്തുകളായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ മലയാളികൾ ലോകത്ത് തന്നെയാണ് ജീവിക്കുന്നത്. അപ്പോൾ അവരുടെ ജോലി പോകുന്നു, അവരുടെ കാര്യങ്ങൾ പോകുന്നു. ഞാൻ എൻ്റെ പത്രം രാവിലെ എടുക്കുന്ന ശേഷം പ്രിൻ്റ് ചെയ്ത് നടക്കുന്ന ദിവസം അതേ സ്ഥലങ്ങളിൽ കൊണ്ട് വയ്ക്കുന്നു, എടുക്കുന്നു. കുറേ ആൾക്കാർ സൊസൈറ്റിയിൽ, പിന്നെ കുറേ വീടുമായിട്ടുള്ള പല എനിക്ക് കുറച്ചുകൂടി ഒരു മീഡിയ അറ്റൻഷൻ കൂടെ കൊണ്ടെന്ന് വെച്ചാൽ ഞാനെല്ലാം മീഡിയ കോൺഫറൻസിനും പോകുമായിരുന്നു. എനിക്ക് അവിടുത്തെ മെൽബൺ പ്രസ് ക്ലബ്ബിൽ എനിക്ക് അംഗത്വം ഉണ്ടായിരുന്നു.
ഞാനത് ഒരു പക്ഷേ ഇന്ത്യയിലെ ആദ്യത്തെ ജേർണലിസ്റ്റ് എനിക്കാണ് മെൽബൺ പ്രസ് ക്ലബ്ബിൽ അംഗത്വം. അതിൽ ഞാൻ അഭിമാനത്തോടെ കാണുന്നുണ്ട്. എനിക്ക് അത് ലഭിക്കുമ്പോൾ ഞാൻ തന്നെ ആലോചിച്ചു, ഞാൻ അത്രയും ക്വാളിഫൈഡ് അല്ല. ഞാൻ ഒരു മെൽബൺ പ്രസ് ക്ലബ്ബ് പോലത്തെ ഒരു സ്ഥാപനത്തിൽ അങ്ങനെ ഒരു അംഗത്വം ലഭിക്കത്തക്ക ഒരു ക്വാളിഫൈഡ് അല്ല എന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ എങ്കിലും എൻ്റെ കഴിഞ്ഞ കാലത്തൊരു ജീവിതത്തിൻ്റെ ഒരു നോട്ട് അവർ കണ്ടപ്പോൾ അതൊക്കെ അവർക്ക് മനസ്സിലായി. ഈ പത്രവും 2 പത്രം അവിടെ നടത്തുന്നു, പിന്നെ എനിക്ക് അവർക്ക് വേറെ സർട്ടിഫിക്കറ്റുകളൊന്നും ആവശ്യമില്ല. ഇതൊക്കെ നമ്മുടെ ലൈഫ് അവരുടെ മുന്നിലുള്ളതുകൊണ്ട് അവനെനിക്ക് തന്നതാണ്. അപ്പോൾ അത് അങ്ങനെയൊക്കെയാണ് എനിക്ക് അനുഭവം. പിന്നെ എന്താ പറയുക, പറയാമെങ്കിൽ അങ്ങനെയൊക്കെ അതൊന്നും ഇപ്പോൾ തീരത്തില്ല. ഈ ഒരു ഷോർട്ട് സമയത്ത് അവിടെ നടക്കേണ്ട പല കാര്യങ്ങളും അങ്ങനെ പറയാനുണ്ട്. പക്ഷേ അത് വരട്ടെ, നിങ്ങളുടെ കാര്യത്തിൽ പറയാം. അതുകൊണ്ട് ശരിക്കും എന്തായാലും ഒരു മാധ്യമപ്രവർത്തകത്തിൻ്റെ അനുഭവത്തിൻ്റെ കലവറ തുറക്കുക ഈ പറഞ്ഞതുപോലെ ഒരു എപ്പിസോഡ് കൊണ്ടൊന്നും നിൽക്കുന്നില്ല. ഒരുപാട് അനുഭവങ്ങളുണ്ട്. അത് പുസ്തകങ്ങളിലൂടെയോ അടുത്ത എപ്പിസോഡിലൂടെയോ നമുക്ക് കാണാം. എന്തായാലും ഈ ഹ്രസ്വമായിട്ടുള്ള കാലയളവിൽ ഈ 2 രാജ്യങ്ങളിലെയും തലസ്ഥാന നഗരത്തെയും മെൽബണിലെയും ഒക്കെ പത്രപ്രവർത്തനത്തിൻ്റെ വിവിധ മേഖലകളെ സംബന്ധിച്ച് ഇവിടെ ഉണ്ടായിരുന്ന അനുഭവങ്ങളെ സംബന്ധിച്ചൊക്കെ കൃത്യമായിട്ടുള്ള വിവരണം നൽകിയതിന് വളരെയധികം ആശംസ. താങ്ക് യു.